ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മാഗി നൂഡിൽസ് കൊണ്ടൊരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കിയാലോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മാഗിയുടെ നൂഡിൽസിൽ നിന്ന് ഒന്നെടുത്താൽ മതി കേട്ടോ. ഇതിൽ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ഒരു പാക്കറ്റ് മസാല എടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ഫുള്ള് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 പാക്കറ്റ് മസാല എടുക്കാം. അപ്പോൾ തിളച്ച വെള്ളത്തിലോട്ട് നൂഡിൽസ് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുക. വെറും 2 മിനിറ്റ് മതി ഇത് വേവിക്കാൻ. അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ അറിയും നൂഡിൽസ്. അപ്പോൾ ഞാനിന്നിപ്പോൾ ഒരു വെറൈറ്റി രീതിയിലാണ് ഇപ്പോൾ ഇന്ന് നൂഡിൽസ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നൂഡിൽസ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ നൂഡിൽസ് വെള്ളത്തിൽ വേവിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണെങ്കിൽ ഇതിലെ പശപ്പൊക്കെ മാറി കിട്ടും കേട്ടോ. മറ്റത് നല്ല സ്റ്റിക്കി ആയിട്ടല്ലേ ഇരിക്കുക. പിന്നെ നമ്മൾ നൂഡിൽസ് വേവിച്ചതിൻ്റെ മുകളിലോട്ട് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നൂഡിൽസ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഈ വേവിച്ചെടുത്ത നൂഡിൽസ് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനിയാണ് നമുക്ക് മാഗി നൂഡിൽസിനെ വ്യത്യസ്തമാക്കുന്ന ചേരുവകളൊക്കെ ഇതിലേക്ക് ചേർക്കേണ്ടത്. ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 മുട്ടയും പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. മുട്ടയും നൂഡിൽസും നന്നായിട്ട് മിക്സായി വരണം. അപ്പോൾ ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാം. ഞാനിവിടെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, കുരുമുളക് പൊടി ആയാലും മതി. പിന്നെ 2 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തതാണ്. ഒത്തിരി ഒന്നും ചേർക്കണ്ട, കുറച്ച് മതി. പിന്നെ 1 പാക്കറ്റ് മാഗി മസാല. അപ്പോൾ ഈ മാഗി മസാലയിൽ തന്നെ ഉപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനി മുട്ടയിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ ഇനി ഇതൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മസാലകളും നൂഡിൽസും മുട്ടയൊക്കെ നന്നായിട്ട് യോജിച്ച് വരണം. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. ഓയിൽ എല്ലായിടത്തുനിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നൂഡിൽസ് എല്ലാ ഭാഗത്തും എത്തത്തക്ക വിധത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ട് വേണം എണ്ണ ഒഴിക്കാൻ. അപ്പോൾ പാൻ ചൂടാക്കിയതിന് ശേഷം മാത്രം മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനൊരു പാനിലോട്ട് മറിച്ചിടുകയാണ്. ഇനിയിപ്പോൾ ചട്ടക്കൊക്കെ വെച്ച് നിങ്ങൾക്ക് മറിച്ചിടാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ ഷേപ്പ് മിസ്സാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ മറിച്ചിട്ടത്. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചൊരു മീഡിയം ഫ്ലെയിമിലിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കുക. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നൂഡിൽസ് ഓംലെറ്റ് നമുക്കിനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. പിന്നെ ഈ നൂഡിൽസ് അത്ര ഹെൽത്തി ഒന്നും അല്ല കേട്ടോ. എന്നാലും പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായ റെസിപ്പിയാണല്ലോ നൂഡിൽസ്. അപ്പോൾ ഇനി സാധാരണ നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാതെ പുതിയ രീതിയിലൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു റെസിപ്പിൻ്റെ പ്രത്യേകത നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും കൊടുത്തു വിടാം. അതുപോലെ ഈവനിങ്ങിൽ സ്കൂൾ വിട്ട് വരുമ്പോഴും അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. പിന്നെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്